വെൽക്കം ടു സൺഡേ മിറക്കിൾസ് ചാനൽ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വലിയ കൂട്ടത്തിന് നടുവിൽ നിൽക്കുമ്പോഴും ആരും നിങ്ങളെ ശ്രദ്ധിക്കാത്തതുപോലെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരാളോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ വാക്കുകൾ കിട്ടാതെ പതറിപ്പോയിട്ടുണ്ടോ? നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാകും, നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം എല്ലാവരും നമ്മളെ ഒന്ന് അംഗീകരിച്ചിരുന്നെങ്കിൽ, നമ്മൾ പറയുന്നത് എല്ലാവരും അത്രമേൽ താല്പര്യത്തോടെ കേട്ടിരുന്നെങ്കിൽ എന്ന്. എന്തുകൊണ്ടാണ് ചില ആളുകൾ വരുമ്പോൾ മാത്രം അവിടെയുള്ള എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്ക് മാത്രം തിരിയുന്നത്? അവർക്ക് എന്തെങ്കിലും പ്രത്യേക മാന്ത്രിക ശക്തിയുണ്ടോ? അതോ അവർ നമ്മളെക്കാൾ ലക്കിയാണോ? സത്യം അതല്ല കേട്ടോ. അവർ ചെയ്യുന്നത് ബോധപൂർവമോ അല്ലാതെയോ മനുഷ്യ മനസ്സിന്റെ ചില രഹസ്യറകൾ തുറക്കുക എന്നതാ. നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഭയങ്ങളും മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടാനുള്ള ആ വല്ലാത്ത ദാഹവും എല്ലാം ഒരു പ്രത്യേക താളത്തിലാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഒരു ചെറിയ നോട്ടം അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരത്തിനിടയിലെ ഒരു നിമിഷത്തെ നിശബ്ദത മറ്റൊരാളുടെ ഉള്ളിൽ നിങ്ങളോട് വലിയൊരു ബഹുമാനമോ അല്ലെങ്കിൽ വല്ലാത്തൊരു അടുപ്പമോ ഉണ്ടാക്കിയേക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ ബന്ധങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്ന നിശബ്ദമായ ചില മാറ്റങ്ങളാണ് ഇതൊക്കെ. ഈ നിമിഷം മുതൽ നിങ്ങൾ ലോകത്തെ നോക്കുന്ന രീതിയും ലോകം നിങ്ങളെ നോക്കുന്ന രീതിയും മാറാൻ പോകുകയാണ്. അദൃശ്യമായ ആ നൂലുകളിലൂടെ മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് എങ്ങനെ നടന്ന് കയറാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഹാലോ എഫക്റ്റ് എന്നൊരു പ്രതിഭാസമുണ്ട്. അതായത് ഒരാളുടെ ഒരു നല്ല ഗുണം കണ്ടാൽ അയാൾ ബാക്കി കാര്യങ്ങളിലും മിടുക്കനായിരിക്കും എന്ന് നമ്മുടെ ബ്രെയിൻ അറിയാതെ ചിന്തിച്ചു പോകുന്ന രീതിയായി ഇത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് വളരെ പ്രധാനമാണ്. ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിക്കുക എന്നത് ലളിതമായി തോന്നാം, പക്ഷേ റിവാർഡ് സർക്യൂട്ട് എന്നറിയപ്പെടുന്ന ബ്രെയിനിലെ ഭാഗത്തെ ഉണർത്താൻ ഇതിന് സാധിക്കും. നിങ്ങൾ ഒരാളെ നോക്കി ചിരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഡോപ്പമൈൻ ഉണ്ടാവുകയും അവർക്ക് നിങ്ങളോട് പോസിറ്റീവായ ഒരടുപ്പം തോന്നുകയും ചെയ്യും. പ്രാറ്റ്ഫോൾ എഫക്റ്റ് എന്നൊരു രസകരമായ കാര്യവുമുണ്ട്. നിങ്ങളെല്ലാം തികഞ്ഞ ഒരാളായി അഭിനയിക്കുന്നതിനേക്കാൾ ചെറിയ തെറ്റുകൾ വരുത്തുന്നതോ അല്ലെങ്കിൽ സ്വന്തം കുറവുകളെ തമാശയെ കാണുന്നതോ മറ്റുള്ളവർക്ക് നിങ്ങളോട് കൂടുതൽ അടുപ്പം തോന്നാൻ കാരണമാകും. കാരണം അമിതമായ പെർഫെക്ഷൻ മറ്റുള്ളവരിൽ അകൽച്ചയുണ്ടാകുമ്പോൾ നിങ്ങളുടെ സ്വാഭാവികമായ പെരുമാറ്റം നിങ്ങളെ കൂടുതൽ വിശ്വസിക്കാൻ അവരെ പ്രേരിപ്പിക്കും. ആൾക്കാരുമായി സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ് ആക്റ്റീവ് ലിസണിങ്. മറ്റുള്ളവർ പറയുന്നത് വെറുതെ കേട്ടിരിക്കുകയല്ല, മറിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്നതില കാര്യം. ഇതിനെ സൈക്കോളജിയിൽ മിററിംഗ് എന്ന് വിളിക്കും. ഒരാളുടെ സംസാര ശൈലിയോ അല്ലെങ്കിൽ അവർ ഇരിക്കുന്ന രീതിയോ വളരെ സൂക്ഷ്മമായി അനുകരിക്കുന്നത് അവരുമായി ഒരു റാപ്പോ അല്ലെങ്കിൽ മാനസികമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയും. നമ്മളെ പോലെയുള്ള ആളുകളെ ഇഷ്ടപ്പെടുക എന്നത് മനുഷ്യ സഹജമായ ഒരു രീതിയാണ്. ദ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എഫക്റ്റ്. സാധാരണയായി നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ സഹായങ്ങൾ ചെയ്യുക എന്നതാണ്. എന്നാൽ യാഥാർത്ഥ്യം എന്തെന്നാൽ നമ്മൾ ആരോടാണോ ഒരു ചെറിയ സഹായം ചോദിക്കുന്നത് അവർക്ക് നമ്മോട് കൂടുതൽ ഇഷ്ടം തോന്നും എന്നതാണ്. കാരണം അവർ നിങ്ങളെ സഹായിക്കുമ്പോൾ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് ചിന്തിക്കുന്നത് ഞാൻ ഇവരെ സഹായിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവർ നല്ലൊരാളായിരിക്കണം എന്നാണ്. സംസാരത്തിനിടയിൽ മറ്റുള്ളവരുടെ പേര് വിളിക്കുന്നത് അവരെ ബഹുമാനിക്കുന്നതിനും അവർക്ക് നിങ്ങളോട് പ്രത്യേക താല്പര്യം തോന്നുന്നതിനും കാരണമാകും. ഒരാളുടെ പേര് എന്നത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും മധുരമുള്ള ശബ്ദമാണ്. നിങ്ങൾക്കറിയാമോ? കൂടാതെ മറ്റുള്ളവരെ കുറിച്ച് നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നതും അവരോട് ആ രീതിയിൽ പെരുമാറുന്നതും അവരെ നിങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കും. സയന്റിഫിക്കായി പറഞ്ഞാൽ നമ്മൾ മറ്റൊരാൾക്ക് നൽകുന്ന അംഗീകാരം അവരുടെ ഉള്ളിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഉണ്ടാക്കും. ഇത് സ്നേഹവും വിശ്വാസവും വളർത്താൻ സഹായിക്കുന്ന ഒന്നാണ്. ദി പവർ ഓഫ് സൈലൻസ്. സംസാരത്തിനിടയിൽ നിശബ്ദത പാലിക്കുന്നത് ഒരു വലിയ കലയാണ്. പലരും വിചാരിക്കുന്നത് നിർത്താതെ സംസാരിക്കുന്നത് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള വഴിയാണെന്നാണ്. എന്നാൽ ദി പവർ ഓഫ് പോസ് ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾ കൂടുതൽ അതോറിറ്റേറ്റീവും ശാന്തതയും പ്രകടിപ്പിക്കുന്നു. ഒരാൾ സംസാരിച്ച് നിർത്തുമ്പോൾ ഉടനെ മറുപടി പറയാതെ 2 സെക്കൻഡ് നിശബ്ദത പാലിക്കുന്നത് നിങ്ങൾ അവരെ ഗൗരവമായി കേൾക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. ഇതിനോടൊപ്പം തന്നെ ഐ കോണ്ടാക്ട് വളരെ പ്രധാനമാണ്. ഒരാളുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുമ്പോൾ അത് വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു. സയന്റിഫിക് പഠനങ്ങൾ പറയുന്നത് നീണ്ടു നിൽക്കുന്ന ഐ കോണ്ടാക്ട് ഓക്സിറ്റോസിൻ എന്ന ഹോർമോണിന്റെ അളവ് കൂട്ടുമെന്ന. ഇത് സ്നേഹവും വിശ്വാസവും വളർത്തുന്ന ഒരു കെമിക്കലാണ്. എന്നാൽ ഇത് അമിതമാകാതെ ശ്രദ്ധിക്കണം. ഒരു 60-70% സമയം ഐ കോണ്ടാക്ട് നിലനിർത്തുന്നത് ഒരാൾക്ക് നിങ്ങളോട് കംഫർട്ടബിൾ ആകാൻ സഹായിക്കും. നിങ്ങൾ മറ്റൊരാളെ ശ്രദ്ധിക്കുന്നു എന്ന് അവർക്ക് തോന്നുമ്പോൾ അവർക്ക് നിങ്ങളോട് ഒരു പ്രത്യേക ബഹുമാനവും ഇഷ്ടവും തോന്നും. ആദ്യ കാഴ്ച.
നമ്മുടെ ബ്രെയിൻ ഒരാളെ കാണുന്ന നിമിഷം തന്നെ അവരെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കിയെടുക്കും. ഇത് ഒരാളുടെ ഒരു നല്ല വശം, ഉദാഹരണത്തിന് അവരുടെ വസ്ത്രധാരണമോ ആത്മവിശ്വാസമോ അല്ലെങ്കിൽ ഒരു പുഞ്ചിരിയോ നമ്മൾ കണ്ടാൽ ആ വ്യക്തിയുടെ ബാക്കി എല്ലാ കാര്യങ്ങളും നല്ലതായിരിക്കുമെന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തീരുമാനിക്കും. ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ കുറഞ്ഞ സമയം കൊണ്ട് ഒരാളെ വിലയിരുത്താൻ ശ്രമിക്കുന്ന ഒരു ഷോർട്ട് കട്ട് രീതിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഒരു റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങളുടെ ബോഡി പോസ്ചർ വളരെ പ്രധാനമാണ്. തോളുകൾ വിരിച്ച് ആത്മവിശ്വാസത്തോടെ നിൽക്കുന്നത് നിങ്ങളെ ഒരു ആൽഫ വ്യക്തിത്വമായി മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കും. ഇത് കാണുന്നവരിലും ഒരുതരം ബഹുമാനവും ഇഷ്ടവും ഉണ്ടാക്കും. നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്ന ആദ്യത്തെ ഇംപ്രഷൻ പോസിറ്റീവ് ആണെങ്കിൽ പിന്നീട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർ കൂടുതൽ താല്പര്യത്തോടെ കേൾക്കാൻ തയ്യാറാകും. മറ്റുള്ളവരെ മനസ്സിലാക്കൽ. ആളുകൾക്ക് നിങ്ങളോട് വലിയ താല്പര്യം തോന്നാനുള്ള ഏറ്റവും ലളിതമായ വഴി അവരെ അംഗീകരിക്കുക എന്നതാണ്. ലോകത്തിലെ ഭൂരിഭാഗം ആളുകളും ആഗ്രഹിക്കുന്നത് തങ്ങൾ പറയുന്നത് ആരെങ്കിലും ശ്രദ്ധിക്കണമെന്നും അത് മനസ്സിലാക്കണമെന്നുമാണ്. ഒരാൾ അവരുടെ സങ്കടമോ സന്തോഷമോ പങ്കുവയ്ക്കുമ്പോൾ ഉടനെ ഉപദേശങ്ങൾ നൽകുന്നതിന് പകരം നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ അങ്ങനത്തെ ഒന്ന് സ്വാഭാവികമാണ് എന്നൊക്കെ പറയുന്നത് അവരെ നിങ്ങളിലേക്ക് വൈകാരികമായി അടുപ്പിക്കും. ഇതിനെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കും. സയൻറ്റിഫിക്കായി നോക്കിയാൽ ഒരാൾക്ക് അംഗീകാരം ലഭിക്കുമ്പോൾ അവരുടെ ബ്രെയിനിൽ വെൻട്രൽ സ്ട്രാറ്റിയം എന്ന ഭാഗം ഉണർത്തപ്പെടും. ഇതവർക്ക് വലിയൊരു സംതൃപ്തി നൽകും. നിങ്ങളുമായി സംസാരിക്കുമ്പോൾ അവർക്ക് നല്ലൊരു അനുഭവം ഉണ്ടാകുന്നു എന്നത് അവരെ വീണ്ടും നിങ്ങളിലേക്ക് ആകർഷിക്കാൻ കാരണമാകും. സ്പോട്ട് ലൈറ്റ് എഫക്റ്റ്. പലപ്പോഴും മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ നമ്മളെ തടയുന്നത് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന പേടിയാണ്. ഇതിനെ സൈക്കോളജിയിൽ ദ സ്പോട്ട് ലൈറ്റ് എഫക്റ്റ് എന്ന് വിളിക്കും. നമ്മൾ വിചാരിക്കുന്നത് എല്ലാവരും നമ്മുടെ ഓരോ ചെറിയ തെറ്റുകളും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ തിരക്കില്ല. ഈ ഒരു സത്യം മനസ്സിലാക്കുന്നത് നിങ്ങളെ കൂടുതൽ ഫ്രീ ആയി പെരുമാറാൻ സഹായിക്കും. നിങ്ങൾ എത്രത്തോളം സ്വാഭാവികമായും ഭയമില്ലാതെയും പെരുമാറുന്നുവോ അത്രത്തോളം ആകർഷണീയത നിങ്ങൾക്ക് കൈവരും. ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നത് സ്വന്തം തെറ്റുകളെക്കുറിച്ച് ആകുലപ്പെടാത്ത ആൾക്കാർക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കൂടുതൽ കഴിവുണ്ട് എന്നതാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം മറ്റുള്ളവരിലേക്ക് പകരുകയും അവർക്ക് നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് ആവേശകരമായ ഒന്നായി മാറുകയും ചെയ്യും. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത എല്ലാ സൈക്കോളജിക്കൽ ട്രിക്സ് വെറുമൊരു ട്രിക്സ് മാത്രമല്ല, മറിച്ച് മനുഷ്യബന്ധങ്ങളെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള വഴികളാണ്. ഹാലോ എഫക്റ്റ് മുതൽ സ്പോട്ട്ലൈറ്റ് എഫക്റ്റ് വരെ നമ്മൾ കണ്ട കാര്യങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരു പ്രധാന സത്യത്തിലേക്കാണ്. മറ്റുള്ളവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അവരെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും വേണം. സൈക്കോളജിക്കൽ ട്രിക്സ് ഫലപ്രദമാകണമെങ്കിൽ അതിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. നിങ്ങൾ ഒരാളോട് കാണിക്കുന്ന താല്പര്യം വ്യാജമാണെങ്കിൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് തിരിച്ചറിയും. സയൻറ്റിഫിക്കായി പറഞ്ഞാൽ നമ്മുടെ മിറർ ന്യൂറോൺസ് മറ്റുള്ളവരുടെ യഥാർത്ഥ ഉദ്ദേശങ്ങളെ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ട്രിക്സ് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. ദിവസവും ഒരാളോടെങ്കിലും അവരുടെ പേര് വിളിച്ച് സംസാരിക്കാനും ഒരാളെ ആത്മാർത്ഥമായി പ്രശംസിക്കാനും ശ്രമിക്കുക. ചെറിയ മാറ്റങ്ങൾ വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്ന പോസിറ്റീവ് എനർജി ഒരു തരംഗമായി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തും. ഓർക്കുക, നിങ്ങളെ ഇഷ്ടപ്പെടുക എന്നത് മറ്റുള്ളവരുടെ തീരുമാനമാണെങ്കിലും അതിനുള്ള സാഹചര്യം ഒരുക്കുക എന്നത് നിങ്ങളുടെ കയ്യിലാണ്. ഈ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിലും സാമൂഹികമായ ഇടപെടലുകളിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബി ഹാപ്പി, ബി പോസിറ്റീവ് ആൻഡ് അക്സെപ്റ്റ് ദി മിറക്കിൾസ് റൈറ്റ് നൗ.